ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ച വ്ളോഗാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഞായറാഴ്ച രാവിലെ തൊട്ട് ഉച്ച വരെയുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ എൻ്റെ ഏട്ടനാണ് കേട്ടോ എൻട്രി. അപ്പോൾ ഏട്ടന് വർക്ക് ഉണ്ട് പറഞ്ഞ് രാവിലെ കുറച്ച് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഞായറാഴ്ച കാരണം ഞാൻ ഏട്ടൻ പോയ ശേഷം വീണ്ടും ഞാൻ വന്ന് കിടന്നു കേട്ടോ. ഇത്ര നേരത്തെ എണീറ്റൊരു കാര്യമില്ലല്ലോ, നമ്മൾ ചോറും കറിയൊക്കെ പതുക്കെ വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഞാനൊന്ന് വന്ന് കുറേ നേരം കിടന്നുറങ്ങി കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ അത് കഴിഞ്ഞ് എണീറ്റ് വരുമ്പോൾ തന്നെ ഒരു 7:30 7:45 അപ്പോഴത്തേക്ക് അപേക്ഷയൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു. അവരെണീറ്റാൽ വലിയ ശല്യമൊന്നുമില്ല കേട്ടോ. അവരിങ്ങനെ ടി വി കണ്ടുകൊണ്ടിരുന്നോളും, എന്തെങ്കിലും കളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നോളും. പിന്നെ ഞാൻ വേഗം എണീറ്റ് വന്ന് വിളക്ക് കൊളുത്തണ്ട കേട്ടോ. അപ്പം നമ്മുടെ അടുത്തൊരു മരണ വീടായ കാരണം നമുക്കിന്ന് വിളക്ക് കൊളുത്തണ്ട. മരുപ്പെടുത്ത ശേഷം കൊളുത്താൻ പാടും കേട്ടോ. അപ്പോൾ ആ പണി ഇന്ന് ഇല്ല എനിക്ക്. അപ്പം ഞാൻ വേഗം അടുക്കളയിൽ വന്ന് ചായ വെക്കുകയാണ്. ചായ മസ്റ്റാണ്. ചായ ഇല്ലാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു പണി നടക്കില്ല കേട്ടോ. അപ്പോൾ അച്ചു ഇങ്ങനെ തേങ്ങ ഉടച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വെള്ളം കുടിക്കാൻ വന്നതാണ് കേട്ടോ. എവിടെ നിന്ന് തന്നെ ഇങ്ങനെ സൗണ്ട് ഇട്ടിട്ട് ഓടി വരുന്ന അറിയില്ലേ. അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തേങ്ങയുടെ വെള്ളമൊക്കെ. പിന്നെ ഞാൻ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. ഇന്നലെ ഞാൻ മാവ് അരച്ചിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലിയും ചട്നിയും ചമ്മന്തിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ വേറെ വെറൈറ്റി ഒന്നും ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കില്ല കേട്ടോ. അവനെന്നും ചട്നി വേണേ. അച്ചു കഴിച്ചോളും. പിന്നെ ഞാൻ ചട്നിയൊക്കെ കടുവറുത്തെടുത്തു. പിന്നെ ഇഡ്ഡലിക്കുള്ളതൊക്കെ ഞാൻ എന്താ പറയുക, വെള്ളം വെച്ചു കേട്ടോ. അപ്പോൾ അത് ഒന്നായി വരുമ്പോഴത്തേക്കും ഞാൻ ഇന്നലെ അരച്ച് വെച്ച മാവ് നല്ലപോലെ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ എപ്പോൾ അരച്ചാലും നല്ല ഇങ്ങനെ പൊന്തി വരെ, അത് കാണുമ്പോൾ തന്നെ ഒരു സുഖമാണ്. അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇഡ്ഡലിയൊക്കെ ഒഴിച്ച് വെക്കാം കേട്ടോ. സമയം ആയിട്ടുണ്ട് കേട്ടോ, കുറച്ചധികം തന്നെ ആയിട്ടുണ്ട് സമയം. പിന്നെ ഞാൻ വേഗം ഇഡ്ഡലിയൊക്കെ ഒന്ന് ഒഴിച്ച് വെക്കുകയാണേ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ ഞാൻ എന്നും പറയുന്ന പോലെയാണ്, ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞാൻ എന്നും പറയുകയാണ് കേട്ടോ, നിങ്ങൾക്ക് മറക്കണ്ടെന്ന് പറഞ്ഞിട്ടാട്ടോ ഞാൻ പറയുന്നത്. പിന്നെ എന്തെങ്കിലും ഒരു ഇമോജി ആയിട്ടെങ്കിലും, അതായത് കമൻറ്റ് ഇമോജി ആയിട്ടെങ്കിലും ഇടണം. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതാ ഇഡ്ഡലിയൊക്കെ ആയി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുമല്ലോ. അപ്പോൾ ഇഡ്ഡലിയൊക്കെ ആയപ്പോൾ ഞാൻ വേഗം അച്ഛനെ വിളിച്ച് കൊടുക്കുകയാണേ. അവരവിടെ വിശന്നിട്ടാണ് കേട്ടോ ഇരിക്കണത്. എന്നും സ്കൂളിൽ പോകുമ്പോൾ 7:30 കഴിച്ചിട്ട് പോയവരല്ലേ. അപ്പോൾ ഇന്നേക്ക് നല്ല പോലെ സമയമായ കാരണം അവർക്കും വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ രാവിലത്തെ എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ ഉച്ചയ്ക്ക് ഉള്ളതാണ് കേട്ടോ ഞാൻ നോക്കുന്നത്. പിന്നെ ചോറൊക്കെ ഞാൻ അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ അതൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം ചോറൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കത് തെർമൽ കുക്കറിൽ ഇറക്കി വെക്കാം കേട്ടോ. ഞാനിന്ന് മത്തി, അതായത് മത്തി മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളിവിടെയൊക്കെ മത്തി എന്നാണ് കേട്ടോ പറയുക. നല്ല പണിയാണ് എനിക്ക് കിട്ടിയത് കേട്ടോ വാങ്ങിയിട്ട്. എന്താ പറയുക, കുറച്ച് അധികം നേരം നിന്നിട്ട് തന്നെയാണ് ഞാനിത് നേരാക്കി എടുത്തത്. ഞാൻ ഇത്രയും ചെറുതൊന്നും വാങ്ങാറില്ല, പണിയാണ്, കടയിൽ പോയിട്ട് വാങ്ങാറ്. അപ്പോൾ ഞാൻ വേഗം മത്തിയൊക്കെ ഒന്ന് എന്താ പറയുക, കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും ചോറൊക്കെ ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് വാർത്തെടുക്കാം കേട്ടോ. ഞാൻ വേഗം ചെയ്യുകയാണ്. എനിക്കിവിടെ ഞാൻ പറഞ്ഞല്ലോ മരിച്ച വീട്ടിൽ പോകണമെന്ന്. അപ്പോൾ ഞാൻ വേഗം ചെയ്യുകയാണ്. മീനിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പോയി വരുമ്പോഴേക്കൊക്കെ ഒന്ന് സെറ്റാവും. അപ്പോൾ ഞാൻ അവിടെയൊക്കെ പോയി വന്ന് കുളിയൊക്കെ കഴിഞ്ഞു, സമയമായിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ വേഗം കറി വയ്ക്കാൻ നോക്കുകയാണ്. അപ്പോൾ നമുക്ക് മീൻ കറിക്കുള്ളത് നോക്കിയാലോ. ഞാൻ വെക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു, ഉലുവ ഇട്ടു, ജീരകം. അപ്പോൾ നല്ലോണം പൊട്ടി വന്ന ശേഷം നമുക്ക് ചെറിയുള്ളി ചേർക്കാം കേട്ടോ. ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി നല്ലപോലെ ഇങ്ങനെ ചെറുള്ളി നല്ലോണം മൂത്ത് വരണം കേട്ടോ. അതിന് ശേഷം മാത്രമേ ഞാൻ ബാക്കിയുള്ളതൊക്കെ ആഡ് ചെയ്യുള്ളൂ ഇതിൽ. അപ്പോൾ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. പിന്നെ തക്കാളി ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലപോലെ ഇങ്ങനെ വഴണ്ട് വരണം കേട്ടോ. അതിനുശേഷം ഞാൻ പൊടികളായിട്ട് മല്ലിപ്പൊടി ഞാൻ കുറച്ച് അധികം തന്നെ ഇടും കേട്ടോ. അവിടെ മല്ലിപ്പൊടിയൊക്കെ ഇട്ടാലേ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കറിക്ക്. അപ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ ഇങ്ങനെ വറുത്തെടുക്കണം കേട്ടോ. ഈ വറുക്കണയിലാണ് കറിയുടെ ടേസ്റ്റ് തന്നെ ഇരിക്കുന്നത്. പിന്നെ അതിനുശേഷം ഞാൻ പുളിവെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. ഞങ്ങളിവിടെ വളംപുളി തന്നെയാണ് കേട്ടോ ചേർക്കുക, കുടംപുളിയൊന്നും അങ്ങനെ ചേർക്കാറില്ലേ. ഇതാണ് ഞങ്ങൾക്ക് ടേസ്റ്റായി തോന്നിയത് കേട്ടോ. പിന്നെ കുറച്ച് ഞാൻ കല്ലുപ്പാണ് എല്ലാത്തിലും, ഞാൻ അധികം കല്ലുപ്പാട്ട് ആഡ് ചെയ്യുക. വേറെ ഉപ്പ് പൊടിയുപ്പൊന്നും ഞാൻ ആഡ് ചെയ്യാറില്ല. പിന്നെ അതിനുശേഷം പച്ചമുളക് കീറിയത് ഞാൻ അതിലിട്ട് നല്ലപോലെ ഇങ്ങനെ തിളച്ച് വരണം കേട്ടോ, പച്ചമണം പോകണം. അതിന് ശേഷം ഞാൻ തേങ്ങയരപ്പൊക്കെ കുറച്ച് തേങ്ങയരപ്പ് ചേർത്താലേ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് കിട്ടുള്ളൂ. ഞാൻ തേങ്ങ അധികം ചേർക്കാതെ ഞാൻ കറി വയ്ക്കില്ല കേട്ടോ. കുറച്ച് എനിക്ക് തേങ്ങ വേണേ. അപ്പോൾ അത് അവിടെ തിളയ്ക്കട്ടെ കേട്ടോ. അതിന് ശേഷം നമുക്ക് മത്തിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം.
അപ്പോൾ സമയമായിട്ടുണ്ട് കേട്ടോ, നല്ലപോലെ സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മത്തിയൊക്കെ വേഗം വേഗം വറുത്തെടുക്കുകയാണ്. പിന്നെ കുഞ്ഞു മത്തിയായ കാരണം പെട്ടെന്ന് കുക്കാവുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ടിഷ്യൂ പേപ്പർ വിരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ വെക്കുക. അപ്പോൾ ആ എണ്ണയൊക്കെ ഒന്ന് വലിച്ചെടുക്കുമല്ലോ ആ പേപ്പറിൽ. അപ്പോൾ അതാ മത്തിയൊക്കെ വറുത്ത് വന്നിട്ടുണ്ട്. നമുക്കതൊക്കെ ഒന്ന് കോരിയെടുക്കാം കേട്ടോ. പിന്നെ അതിന് ശേഷം ഇപ്പുറത്ത് ഞാൻ കറിയിൽ മീനൊക്കെ ഞാനൊന്ന് അതിലിടുകയാണ്. ഇട്ട് നന്നായി ഇങ്ങനെ തിളച്ച് വരണം കേട്ടോ. അപ്പോൾ ആ കറിയൊക്കെ നല്ലപോലെ ഇങ്ങനെ സെറ്റായി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ മൺചട്ടിയിലൊന്നും ഞാൻ വെക്കാറില്ല കേട്ടോ, എൻ്റെ കയ്യിൽ നിന്നൊക്കെ ഉടഞ്ഞു പോകാൻ. അതുകൊണ്ട് എനിക്ക് മൺചട്ടിയിലൊക്കെ വെക്കാൻ പേടിയാണ്. അധികവും ഞാൻ സ്റ്റീൽ പാത്രങ്ങളിലാണ് യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ ഇതാ മക്കൾക്കൊക്കെ ഞാൻ ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനേ കഴിക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ചൂട് ചോറും എന്താ പറയുക മത്തിക്കറിയും മത്തി വറുത്തതും കൂട്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഞാൻ പിന്നെ അടിച്ച് തുടയ്ക്കാനൊക്കെ നിന്നതേ. നമുക്ക് എന്നും തുടച്ചിട്ട് തുടയ്ക്കാതിരിക്കുമ്പോൾ എന്തോ 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 പോലെയാണ് കേട്ടോ. അപ്പോൾ ഞാനൊക്കെ തുടച്ചൊക്കെ എടുത്തു. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ.